ഹായ് ഓൾ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയെക്കുറിച്ച് പഠിക്കാം. വർഷം 1847 1860. തിരുവിതാംകൂറിലെ പോസ്റ്റ് ഓഫീസ് സംവിധാനം നിലവിൽ വന്നത് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലത്താണ്. തിരുവിതാംകൂറിലെ പോസ്റ്റ് ഓഫീസ് സംവിധാനം നിലവിൽ വന്നത്. കേരളത്തിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായത് 1857 ആലപ്പുഴ ജില്ലയിലാണ്. അപ്പം ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടം 1847 1860. കേരളത്തിൽ ആദ്യമായിട്ട് പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായത് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലത്താണ്. ആലപ്പുഴ ജില്ലയിലായിരുന്നു 1857. അയർലൻഡുകാരനായ ജെയിംസ് ഡാറയും ഹെൻറി സ്മെയിലും ചേർന്ന് കേരളത്തിലെ ആദ്യ കയർ ഫാക്ടറി ഡറാസ് മിൽ ആലപ്പുഴയിൽ സ്ഥാപിച്ചത് ഉത്രം തിരുനാളിൻ്റെ കാലത്താണ്. വർഷം 1859. വൈദ്യശാസ്ത്രം, ശരീരവിജ്ഞാനീയം എന്നീ വിഷയങ്ങളിൽ അഗാധ പാണ്ഡിത്യമുണ്ടായിരുന്ന തിരുവിതാംകൂർ ഭരണാധികാരിയാണ് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ഭരണ സൗകര്യത്തിനായിട്ട് തിരുവിതാംകൂറിനെ പത്മനാഭപുരം, തിരുവനന്തപുരം, കൊല്ലം, ചേർത്തല എന്നീ 4 വിഭാഗങ്ങളായിട്ട് തിരിച്ച് ഓരോന്നിനും ഓരോ ദിവാൻ പേഷ്കാർമാരെ നിയമിച്ചത് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. അപ്പോൾ ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടം 1847 1860. അദ്ദേഹത്തിൻ്റെ ഭരണകാലത്താണ് പോസ്റ്റ് ഓഫീസ് സംവിധാനം നിലവിൽ വന്നത്. കേരളത്തിലെ ആദ്യ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായത് 1857 ആലപ്പുഴ ജില്ലയിലാണ്. പിന്നെ ഭരണ സൗകര്യത്തിനായിട്ട് തിരുവിതാംകൂറിനെ പത്മനാഭപുരം, തിരുവനന്തപുരം, കൊല്ലം, ചേർത്തല എന്നീ 4 വിഭാഗങ്ങളായിട്ടൊക്കെ തിരിച്ചിട്ട് ഓരോന്നിനും ഓരോ ദിവാൻ പേഷ്കാർമാരെ നിയമിച്ചത് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന സമയത്തെ തിരുവിതാംകൂർ ഭരണാധികാരിയാണ് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. 1859 തിരുവനന്തപുരത്ത് പെൺകുട്ടികൾക്ക് വേണ്ടി സ്കൂൾ ആരംഭിച്ച ഭരണാധികാരിയാണ് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. അടിമകളുടെ മക്കൾക്ക് സ്വാതന്ത്ര്യം അനുവദിച്ചുകൊണ്ട് ഊഴിയം നിർത്തലാക്കിയ ഭരണാധികാരിയാണ് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ കഥകളിയുടെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നതും അദ്ദേഹത്തിൻ്റെ കാലഘട്ടമാണ്. ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടമാണ് കഥകളിയുടെ സുവർണ കാലഘട്ടം എന്ന് അറിയപ്പെടുന്നത്. ഉത്രം തിരുനാളിൻ്റെ നിർദ്ദേശമനുസരിച്ച് തിരുവനന്തപുരത്ത് മ്യൂസിയം സ്ഥാപിക്കാനായിട്ട് ഒരു കമ്മിറ്റി പ്രവർത്തനം ആരംഭിച്ച വർഷം 1855. ഏത് മ്യൂസിയം എന്നറിയാം, അതാണ് നേപ്പിയർ മ്യൂസിയം. അപ്പോൾ ഉത്രം തിരുനാളിൻ്റെ നിർദ്ദേശമനുസരിച്ച് തിരുവനന്തപുരത്ത് മ്യൂസിയം സ്ഥാപിക്കാനായിട്ട് കമ്മിറ്റി പ്രവർത്തനം ആരംഭിച്ച വർഷം 1855. അപ്പോൾ അങ്ങനെ തിരുവനന്തപുരത്തിൽ നേപ്പിയർ മ്യൂസിയം സ്ഥാപിതമായത് 1857. ഒരു പുതിയ മന്ദിരം നിർമ്മിക്കുകയും മ്യൂസിയം അതിലേക്ക് മാറ്റുകയും ചെയ്തത് 1880 ആയപ്പോഴാണ്. അപ്പോൾ 1880 ആരംഭിച്ച ഈ മ്യൂസിയത്തിന് നൽകപ്പെട്ട പേരാണ് നേപ്പിയർ മ്യൂസിയം. അന്ന് മദ്രാസ് പ്രസിഡൻസിയുടെ ഗവർണറായിരുന്ന നേപ്പിയർ പ്രഭുവിൻ്റെ പേരായിരുന്നു നൽകിയത്. നേപ്പിയർ മ്യൂസിയം പൊതുജനങ്ങൾക്കായിട്ട് തുറന്നുകൊടുത്ത തിരുവിതാംകൂർ രാജാവ് ആയില്യം തിരുനാളാണ്. ഈ നേപ്പിയർ മ്യൂസിയം പൊതുജനങ്ങൾക്കായിട്ട് തുറന്നു കൊടുത്തത് ആയില്യം തിരുനാളാണ്. അപ്പം ഉത്രം തിരുനാളിൻ്റെ കാലഘട്ടത്തിലാണ് ഈ നേപ്പിയർ മ്യൂസിയം. അപ്പോൾ ഉത്രം തിരുനാളിൻ്റെ നിർദ്ദേശമനുസരിച്ച് തിരുവനന്തപുരത്ത് മ്യൂസിയമൊക്കെ സ്ഥാപിക്കാനായിട്ട് ഒരു കമ്മിറ്റി പ്രവർത്തനം ആരംഭിച്ചു 1855. അപ്പോൾ 1857 തിരുവനന്തപുരം മ്യൂസിയം സ്ഥാപിതമായി. അതിനുശേഷം 1880 ആയപ്പോഴത്തേനും ഒരു പുതിയൊരു മന്ദിരം നിർമ്മിക്കുകയും മ്യൂസിയം അതിലേക്ക് മാറ്റുകയും ചെയ്യപ്പെട്ടു. അങ്ങനെയാണ് ആ മ്യൂസിയത്തിന് അന്ന് 1880 ആരംഭിച്ച ആ മ്യൂസിയത്തിന് നൽകപ്പെട്ട പേരാണ് നേപ്പിയർ മ്യൂസിയം. അപ്പം നേപ്പിയർ മ്യൂസിയം പൊതുജനങ്ങൾക്കായിട്ട് തുറന്നു കൊടുത്ത തിരുവിതാംകൂർ രാജാവാണ് ആയില്യം തിരുനാൾ. അപ്പം നേപ്പിയർ മ്യൂസിയത്തിൻ്റെ ഡിസൈനർ ആരാന്ന് അറിഞ്ഞിരിക്കണം, റോബർട്ട് ചിഷോമാണ്. അപ്പം നേപ്പിയർ മ്യൂസിയത്തിൻ്റെ ഡിസൈനർ
റോബർട്ട് ചിഷോമാണ്. തിരുവനന്തപുരം മൃഗശാലയും ഉദ്യാനവും സ്ഥാപിതമായ വർഷം 1859. തിരുവനന്തപുരം മൃഗശാലയും ഉദ്യാനവും സ്ഥാപിതമായത് 1859. അപ്പോൾ ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. വർഷം 1847 1860. അദ്ദേഹത്തിൻ്റെ ഭരണകാലത്താണ് പോസ്റ്റ് ഓഫീസ് സംവിധാനം നിലവിൽ വന്നത്. കേരളത്തിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായത് 1857 ആലപ്പുഴയിലാണ്. അയർലൻഡുകാരനായ ജെയിംസ് ഡാറയും ഹെൻറി സ്മെയിലും ചേർന്നാണ് കേരളത്തിലെ ആദ്യത്തെ കയർ ഫാക്ടറി സ്ഥാപിച്ചത്. ആലപ്പുഴ ജില്ലയിലാണ്. 1859 വർഷം. വൈദ്യശാസ്ത്രം, ശരീരവിജ്ഞാനീയം എന്നീ വിഷയങ്ങളിൽ അഗാധ പാണ്ഡിത്യമുണ്ടായിരുന്ന തിരുവിതാംകൂർ ഭരണാധികാരിയാണ് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ഭരണ സൗകര്യത്തിനായിട്ട് തിരുവിതാംകൂറിനെ പത്മനാഭപുരം, തിരുവനന്തപുരം, കൊല്ലം, ചേർത്തല എന്നീ 4 വിഭാഗങ്ങളായിട്ട് തിരിച്ച് ഓരോന്നിനും ഓരോ ദിവാൻ പേഷ്കാർമാരെ നിയമിച്ചത് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന സമയത്തെ തിരുവിതാംകൂർ ഭരണാധികാരി ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. 1859 തിരുവനന്തപുരത്ത് പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് സ്കൂൾ ആരംഭിച്ച ഭരണാധികാരി അദ്ദേഹം തന്നെയാണ്. അടിമകളുടെ മക്കൾക്ക് സ്വാതന്ത്ര്യം അനുവദിച്ചുകൊണ്ട് ഊഴിയം അതായത് ജോലി ചെയ്യുന്നില്ല, കൂലിയില്ലാതെ ജോലി ചെയ്യുന്ന ഈ ഊഴിയം എന്ന് പറയുന്നത് അത് നിർത്തലാക്കിയ ഭരണാധികാരി ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. കഥകളിയുടെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലമാണ്. ഉത്രം തിരുനാളിൻ്റെ നിർദ്ദേശമനുസരിച്ച് തിരുവനന്തപുരത്ത് മ്യൂസിയം സ്ഥാപിക്കാനായിട്ട് ഒരു കമ്മിറ്റി പ്രവർത്തനം ആരംഭിച്ചത് 1855. തിരുവനന്തപുരം മ്യൂസിയം സ്ഥാപിതമായത് 57. ഒരു പുതിയ മന്ദിരം നിർമ്മിക്കുകയും മ്യൂസിയം അതിലേക്ക് മാറ്റുകയും ചെയ്യപ്പെട്ട വർഷം 1880. അങ്ങനെ ആരംഭിച്ച ഈ മ്യൂസിയത്തിന് നൽകപ്പെട്ട പേരാണ് നേപ്പിയർ മ്യൂസിയം. അന്ന് മദ്രാസ് പ്രസിഡൻസിയുടെ ഗവർണറായിരുന്ന നേപ്പിയർ പ്രഭുവിൻ്റെ ഓർമ്മയ്ക്കാണ് പേര് നൽകിയത്. നേപ്പിയർ മ്യൂസിയം പൊതുജനങ്ങൾക്കായിട്ട് തുറന്നുകൊടുത്ത തിരുവിതാംകൂർ രാജാവാണ് ആയില്യം തിരുനാൾ. നേപ്പിയർ മ്യൂസിയത്തിൻ്റെ ഡിസൈനറാണ് റോബർട്ട് ചിഷോം. തിരുവനന്തപുരം മൃഗശാല ഉദ്യാനമൊക്കെ സ്ഥാപിതമായത് 1859. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ എല്ലാവരും പഠിക്കുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ. താങ്ക് യു.